കേരളത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അതുപോലെ അതിനു മുമ്പ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്ന് പാർലമെൻറ്റാണ്, മറ്റൊന്ന് അസംബ്ലിയാണ്. രണ്ട് BJP MLA-മാരെ അല്ലെങ്കിൽ BJP MLA-യും BJP MP-യെയും നൽകിയത് BJP-യുടെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്തത് കോൺഗ്രസ്സാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ വിജയത്തിൻ്റെ പിന്നിൽ 86,000 വോട്ട് BJP-ക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റേത് നൽകി. 74,000 വോട്ടിന് അവർ ജയിച്ചു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷനെ നിശ്ചയിച്ചു. ഈ കാലം അത്രയും ആ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ ഒരു സംശയവും വേണ്ട, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൗരവമുള്ള റിപ്പോർട്ടായിട്ട് ഇത് പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ കോൺഗ്രസ്സുകാർ ഏത് സന്ദർഭത്തിലും BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. കേരളത്തിൽ പൊതുവേ കുറവായിരുന്നു, പക്ഷേ അത് വർദ്ധിച്ചു. AK ആന്റണിയുടെ മകനും K കരുണാകരൻ്റെ മകൾക്കും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്കുമെല്ലാം BJP-യിൽ ചേരാൻ സാധിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അതേപോലെ ഇനിയും BJP-യിലേക്ക് കോൺഗ്രസ് MP-മാർ തന്നെ മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഒരു വാർത്താ മാധ്യമം ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുള്ളത്. വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളതിൻ്റെ ആളാരാണ് എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ADGP അജിത് കുമാറിനെ മാറ്റണം, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വേലക്കാരിയുടെ വരെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ്. അജിത് കുമാറിനെ മാറ്റണമെന്ന് CPM ആവശ്യപ്പെടുമോ? അല്ല, അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്വേഷണം വന്നു അതിനടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കും. അട്ടിമറിക്കാനുള്ള കഴിവൊന്നും ഒരൊറ്റയാൾക്കും കേരളത്തിൽ വേറെ ഇല്ല കേട്ടോ. വെറുതെ ആവശ്യമില്ല. ഒരട്ടിമറി നടക്കില്ല. DGP-യാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. അൻവറിന് പിന്നിൽ അൻവർ തന്നെ